പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം സഹനത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത്. യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ വിശുദ്ധരും ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോയവരാണ്. ഫിലിപ്പി 1:29 തിരുവചനം പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കുവാനും കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പം സഹനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് ദൈവപുത്രനും മനുഷ്യപുത്രനുമായ യേശു. യേശു സഹിച്ച പീഡകൾ നമുക്ക് ആർക്കും തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ പീഡകളും, നിന്ദനങ്ങളും, ഒറ്റപ്പെടുത്തലുകളും, കുറ്റപ്പെടുത്തലുകളും ക്ഷമയോടെ, ആത്മസംയമനത്തോടെ പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം യേശു സ്വീകരിച്ചു. ഈ മാതൃകയാണ് ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നാം കടക്കുമ്പോൾ ഒത്തിരി സഹനങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. സഹനങ്ങളില്ലാത്ത ജീവിതം ഇല്ല. സഹനങ്ങളുടെ രീതി വ്യത്യസ്തമാകാം. ജീവിത പങ്കാളിയിൽ നിന്നോ, മക്കളിൽ നിന്നോ, ബന്ധുക്കളിൽ നിന്നോ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും നിന്ദനങ്ങളും അനുഭവിക്കേണ്ടി വരാം. ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളാകാം നമ്മെ അലട്ടുന്നത്. രോഗങ്ങളായും മരണങ്ങളായും സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇനി സ്വഭാവ വൈകല്യങ്ങളുള്ള മക്കളും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുന്ന വഴികൾ വ്യത്യസ്തമാണ്. പക്ഷെ സഹനങ്ങളെ നാം എങ്ങനെയാണ് കാണുന്നത്, എപ്രകാരമാണ് സ്വീകരിക്കുന്നത് എന്ന് നാം സ്വയം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. സഹനങ്ങൾ നാം ഏറ്റെടുക്കുന്നത് അതിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട്, സഹിക്കാതെ നിവൃത്തിയില്ലല്ലോ എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് നാം സഹനങ്ങൾ ഏറ്റെടുക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് യാതൊരു ലാഭവും ഇല്ല. പകരം നമുക്ക് പലപ്പോഴും ലഭിക്കുന്നത് നിരാശയായിരിക്കും, നഷ്ടങ്ങളായിരിക്കും. സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നത് വലിയ കൃപകളാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. നാം വിശ്വസിക്കുന്നത് കുരിശിൽ സംതൃപ്തി കണ്ടെത്തിയ, കുരിശിൽ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മർദ്ദനമേറ്റ യേശു പരാതികളൊന്നും കൂടാതെ, ഉത്കണ്ഠകളോ ആകുലതകളോ ഇല്ലാതെ ദൈവഹിതപ്രകാരം എല്ലാം സഹിച്ചു. ആ യേശുവിലാണ് നമ്മുടെ വിശ്വാസം നാം അർപ്പിക്കുന്നത്. ആ അർപ്പണമാണ് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും, നമ്മെ കുറ്റപ്പെടുത്തിയവരെ അംഗീകരിക്കുവാനും, അവർക്ക് വേണ്ട നന്മകൾ ചെയ്യുവാനും, എല്ലാം ക്ഷമിക്കുവാനും നമുക്ക് ശക്തി ലഭിക്കുന്നത്. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ച് നമ്മെ രക്ഷിച്ച യേശുവിലുള്ള വിശ്വാസമാണ് സഹനങ്ങൾ പരാതി കൂടാതെ സ്വീകരിക്കുവാൻ, സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകുന്നത്. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.